അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. അറിയാം എല്ലാവർക്കും ഈ ഒരു മുഖം മറക്കാൻ പറ്റത്തില്ല. കാര്യം തുടക്കം പോലെ നമ്മുടെ കൂടെ ഉള്ളതാണ്. പിന്നെ സ്വാതി തന്നെ പറയട്ടെ. അതെ, ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു 1 year ആവും അല്ലേ? 1 year അല്ല, അതിനു മുന്നേ, അതായത് തുടങ്ങിയ ആ ഒരു സ്റ്റാർട്ടിങ് ടൈം, ഞാനിപ്പോ മാർച്ചിലാകുമ്പോഴത്തേക്ക് 2 year ആവുന്നു തുടങ്ങി. അതെ, തുടക്കം മുതൽ എന്റെ കൂടെയുള്ള ആളാണ്. എനിക്കും വെയിറ്റ് ശരിക്കും പറഞ്ഞാൽ ചേച്ചി അന്ന് കാണുന്ന സമയത്ത് ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. സെക്കൻഡ് ടൈം നമ്മൾ കാണുമ്പോൾ ഞാൻ നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. കാണുമ്പോൾ എല്ലാം പറയും വണ്ണം വെച്ചു, മെലിഞ്ഞു, കെയർ ചെയ്യണം. ചേച്ചി എപ്പോൾ കാണുമ്പോഴാണെങ്കിലും പറയും. ഞങ്ങൾ അല്ലാതെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ജസ്റ്റ് മറ്റേ എനിക്കൊരു പ്രോഡക്റ്റിൻ്റെ ഇത് ചേച്ചി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ മാത്രം സ്നേഹമല്ല. ഞങ്ങൾ തമ്മിൽ അല്ലാതെയും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ചോദിക്കും, ചേച്ചി അതെങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ചേച്ചി ഇപ്പം ഞാൻ കണ്ടപ്പോൾ അതാ പറഞ്ഞത്, ഭയങ്കര മാറ്റം, നല്ല മെലിഞ്ഞ്, നല്ല സുന്ദരിയായി, നല്ല സ്കിന്നൊക്കെ നല്ല ടോണായി. അത് നമ്മൾ കറക്റ്റായിട്ട് വർക്ക്ഔട്ടും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മുടെ സ്കിന്നിന് വരെ ഉണ്ടാവുന്ന വ്യത്യാസം. പ്രത്യേകിച്ച് ഇവരുടെ പ്രോഡക്റ്റ് ആണെങ്കിലും ആ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര നല്ലതാണ്. ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഈ ഓട്സ് അല്ലെങ്കിൽ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും ഇല്ലേ ചേച്ചി? എനിക്ക് ശരിക്കും തോന്നാറുണ്ട്, എനിക്ക് സീരിയസ്ലി തോന്നാറുണ്ട്. മാത്രമല്ല എന്നെ സംബന്ധിച്ച് ബിസി ആയിട്ടിരിക്കുമ്പം എനിക്ക് ഒരിക്കലും ആ ഒരു എന്താ പറയുക, ഈ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടുള്ളൊരു സംഭവം എനിക്ക് പോസിബിൾ അല്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു പൊടിക്കൈ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എനിക്ക് പ്രിപ്പറേഷൻ ഓക്കെയാണ്. ഞാൻ അതിങ്ങനെ ഇപ്പം ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് ബ്രേക്കായി. സത്യസന്ധമായിട്ട് ഇടയ്ക്ക് എനിക്ക് മൊത്തം ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഡയറ്റും വർക്കൗട്ടും എല്ലാം ബ്രേക്കായി. ഇപ്പം ഞാൻ വീണ്ടും ഒരു 2 months 3 months ആയിട്ട് എല്ലാം ഫോളോ ചെയ്തു. ഇപ്പം ഞാൻ 1 മാസം കൊണ്ട് കറക്റ്റായിട്ടുള്ള ഇപ്പം ഞാൻ ശരിക്കും കറക്റ്റ് 1 month, ഈ 19th ആയപ്പോൾ കറക്റ്റ് 1 month ആയി. കറക്റ്റായിട്ടുള്ള വർക്കൗട്ടും അതുപോലെ തന്നെ ഡയറ്റും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ട് ചേച്ചിയും പറയുന്നില്ല, ഞാനും പറയുന്നില്ല ഇത് കഴിച്ചുകൊണ്ട് നമ്മൾ മറ്റേ മെലിഞ്ഞ് പറയുന്നത്. ഹെൽത്തി ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഈ ഒരു മാസത്തിൽ ഓൾമോസ്റ്റ് ഒരു 20 days 25 days ഇത് തന്നെയാണ്. ഇൻ ബിറ്റ്വീൻ മാറ്റാറുണ്ട്, കാരണം അതിനാണെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീക്കിൽ 7 days ഒരു 4 or 5 days ഞാൻ ഇതാണെങ്കിൽ ഒരു 1 or 2 ദിവസം ഞാൻ എനിക്കിഷ്ടത്തിന് മാറ്റി പിടിക്കും. അപ്പോഴും ഡയറ്റ് തന്നെയാണ്. ഇപ്പം ഞാനൊരു 7 കിലോ കുറച്ചു 1 മാസം കൊണ്ട്. 7 കിലോ. കാരണം ഞാൻ ഇടക്ക് സ്വാതിയുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂടുന്നുണ്ട്. ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ സ്വാതി. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പൊ കറക്റ്റ് 1 മാസം. അതെ, അങ്ങനെയാണ് രണ്ടാമത് എൻ്റെ വീണ്ടും, രണ്ടാമതല്ല ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം എൻ്റെ വീണ്ടും വാങ്ങിച്ചത്. 3ാമത്തെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതിനുശേഷം 1 month ശേഷം നമ്മുടെ ആലപ്പുഴയിൽ തന്നെ വന്നൊരു റിവ്യൂ, എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഈ പറയുകയാണെങ്കിൽ നമ്മള് ഒരു ഡയറ്റ് കൊടുത്തിട്ട് ഞങ്ങളങ്ങ് ചുമ്മാ വിടുകയല്ല, ഇതുപോലെ തന്നെ നമ്മളെന്നും കൂടെ ഉണ്ടാവും. അതുമാത്രമല്ല നമ്മൾ തമ്മിലൊരു എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷൻ എന്നും ഉണ്ടാവും. അതിനാണ് ഞങ്ങളിപ്പോ 100ാമത്തെ ബാച്ചാണ് കേട്ടോ. ചേച്ചി എന്നോട് എപ്പോഴും അങ്ങോട്ട് വരുന്നത്, ഞാൻ ചേച്ചിയോട് ചേച്ചി എപ്പോഴും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും. അതെ, ഞങ്ങള് എന്താ പറയാ, എന്റെ ആ ഒരു വെയിറ്റ് ലോസ്, നമ്മൾ ഈ ഒരു ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്റെ വെയിറ്റ് ലോസ് എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷൻ മെസ്സേജ് അയച്ചാണ് ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടാകുന്നത്. ഇപ്പോഴും കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം. കാര്യം ഞാനാണ് ചേച്ചിക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം പുള്ളിക്കാരി ആദ്യം കാണുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ലേഡി ഇത്രയും എഫേർട്ട് എടുത്ത് എനിക്ക് ഗൂസ് ബംസ് വരുന്നു. അവർ ശരിക്കും ഇത്രയും സംഭവം ചെയ്യുമ്പം നമുക്കത് കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്? ആസ് എ ലേഡി, വേറൊരു ലേഡി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഏതൊരു ചാൻസ് ആണെങ്കിലും ഞാൻ വിടാറില്ല. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ അങ്ങോട്ട് അവരുടെ കമൻറ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ ചേച്ചിയെ ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5-2 വർഷമായിട്ട് നമ്മൾ കൂടെ തന്നെയുണ്ട്. അതെ, എനിക്കും സ്വാതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതെ. കാര്യം നമ്മൾ ആ ഒരു ഫേമസ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് നമ്മളോട് ഒരു അപ്രീസിയേഷൻ തരാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അത് ഫേമസ് എന്നല്ല, ശരിക്കും അത് ചെയ്യണമല്ലോ. നമ്മളിപ്പം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് സ്റ്റിൽ ഇത്രയും വെയിറ്റ് കുറച്ച് ഇപ്പോഴും ഹെൽത്തി ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആളായിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ചേച്ചി എടുത്തിട്ടുണ്ട്. പ്ലസ് ചേച്ചിയുടെ ഫാമിലി. അപ്പം അതിന് അവർക്ക് അപ്രീസിയേഷൻ എപ്പോഴും കൊടുക്കണം. അതേ ഞാനും ചെയ്തുള്ളൂ. അതെ, ഞങ്ങളുടെ സ്നേഹ സമ്മാനം നമ്മുടെ ഡയറ്റ് മിക്സ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലും ഭയങ്കര ഒരു ഗിഫ്റ്റ് കൊടുക്കാനില്ല. ഇതെനിക്ക് ഓൾവേസ് ഗിഫ്റ്റിനേക്കാൾ ഉപരി എനിക്കും കൂടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമല്ലേ. എനിക്ക് ഗ്രീൻ ടീയും ആൻഡ് പ്ലസ് നമ്മുടെ ഹെൽത്ത്. നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ എങ്ങനെയാണ്? ഗ്രീൻ ടീ ആണെങ്കിലും അടിപൊളി. എനിക്ക് നമ്മുടെ മറ്റേ ഗ്രീൻ ടീ ഈ പാക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പം എനിക്ക് ഈസി പാക്ക് തന്നെയാണ്. ഡിപ്പ് ചെയ്താൽ മതി. ഇത് നമ്മൾ അല്ലാതെ ഇടുമ്പോൾ നമുക്ക് ചെറിയൊരു
കയ്പിൻ്റെ ഇത് വരൂ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട്. പക്ഷേ ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ്. കാരണം ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, പെട്ടെന്ന് ഗ്രീൻ ടീ. പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. മോർ ദാൻ